എല്ലാവർക്കും വോളിയം പ്രൊഫൈലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് മെയ് 25 മൺഡേ ആണ്. ഓക്കെ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ഫോറക്സിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലോജിക്ക് കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വോളിയം പ്രൊഫൈൽ എന്നുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ, ഫോറക്സിൽ, ക്രിപ്റ്റോ ഇതിനകത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മിനിമം റിസ്ക് എടുത്തിട്ട് ഏറ്റവും ചെറിയ പോയിന്റിൽ SL എടുത്തിട്ടാണ് ട്രേഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പാണ്. വോളിയം പ്രൊഫൈലിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത ആളുകളുടെ ഗ്രൂപ്പാണത്. അതിനകത്ത് നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഇന്ത്യൻ മാർക്കറ്റിലെയും ഫോറക്സിലെയും ട്രേഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഫ്രീ ആയിട്ടുള്ളത്. ഓക്കെ, അത് ആർക്ക് വേണമെങ്കിലും അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ പഠിക്കുന്ന ആളുകൾ, വോളിയം പ്രൊഫൈൽ മാത്രം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. വോളിയം പ്രൊഫൈൽ കോഴ്സ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഓക്കെ, ഇതാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മളെ ലെവൽസ് ആയിരുന്നു ഇത്. പക്ഷെ മാർക്കറ്റ് ഓപ്പൺ ആയത് നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. അപ്പോൾ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കൊടുത്ത ലെവലാണ് ഈ ഒരു ലെവൽ. മാർക്കറ്റ് ഇതിന്റെ താഴെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് റെസിസ്റ്റൻസ് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മേലെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം ഇത് നമ്മുടെ വോളിയം പ്രൊഫൈലിലെ ഒരു ഹെവി റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. പക്ഷെ മാർക്കറ്റ് അതിന്റെ മേലെയാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഫസ്റ്റത്തെ 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ലെവലിൽ ടാപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് നമ്മളെ ലെവലിൽ, ഓക്കെ, ഇവിടെ ട്രേഡ് എടുത്തെന്നല്ല ഞാൻ പറയുന്നത്, ഓൾമോസ്റ്റ് നമ്മളെ ലെവലിന്റെ മേലെ മാർക്കറ്റ് 186 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇന്ന് രാവിലെ ട്രേഡ് എടുത്ത ആളുകൾ, ഓക്കെ, ഇന്നത്തെ ദിവസം ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് 1 മിനിറ്റ്, ഇത് 1 മിനിറ്റ് ക്യാൻഡിലാണ്. 1 മിനിറ്റ് ക്യാൻഡിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, മാർക്കറ്റിൽ 40-50 പോയിന്റിനകത്താണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ഏകദേശം എത്ര ടൈമാണ് ഇത് മൂവ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, മാർക്കറ്റ് ഓൾമോസ്റ്റ് എന്താണ് ഇന്ന് ഓപ്പൺ ചെയ്തു. ഓക്കെ, 9 മണിക്ക് ഓപ്പൺ ചെയ്തു. അതേപോലെ എന്താണ് 2 മണി വരെ മാർക്കറ്റ് എന്താണ് ഈ ഒരു റേഞ്ചിനകത്താണ്, ഈ 50 പോയിന്റ് റേഞ്ചിനകത്താണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, മൂവ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 5 മണിക്കൂർ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെവലിനകത്താണ്. ഇവിടെ നിങ്ങൾ കോൾ എടുത്തു കഴിഞ്ഞാലും ശരി, പുട്ടെടുത്ത് കഴിഞ്ഞാലും ശരി, എന്താണ് നിങ്ങൾക്ക് ലോസ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റ് മൂവ് ചെയ്യില്ല. മാർക്കറ്റ് ആകെ മൂവ് ചെയ്തതാണ് ഈ ലാസ്റ്റത്തെ ഈ ഒരു ടൈമിൽ മാത്രമാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ കോളിന്റെ പുട്ടിന്റെ പ്രീമിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവസ്ഥ. 5 മണിക്കൂർ മാർക്കറ്റ് സൈഡ് വൈസ് ചെയ്യണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫസ്റ്റത്തെ ഇവിടെയൊന്നും നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഓൾമോസ്റ്റ് ട്രേഡ് എടുക്കുന്നത് ഈ ഒരു സോണിലെടുത്ത് മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. ഏകദേശം 12 ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് നമ്മൾ ട്രേഡ് കാര്യങ്ങൾ എടുത്തിട്ടില്ല. കാരണം ഇവിടെ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇത്രയും സൈഡ് വൈസ് ആയിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ട്രേഡ് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അവിടെ കാര്യങ്ങളില്ല. ഓക്കെ, അപ്പം ഇതിന്റെ ഈ ലെവലിൽ നമ്മുടെ സപ്പോർട്ട് സോണാണ്. പിന്നെ സ്വാഭാവികമായിട്ടും എന്താണ് മാർക്കറ്റ് ഇത്രയും സൈഡ് വൈസ് ആയി 5 മണിക്കൂർ മാർക്കറ്റ് സൈഡ് വൈസ് ആകുമ്പോൾ തന്നെ എന്താണ് നമ്മൾ പ്രീമിയത്തിൽ നമ്മൾ വരക്കുന്ന ലെവൽസ് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെ, പ്രീമിയത്തിൽ വരക്കുന്ന ലെവൽസ് പോയി കഴിഞ്ഞാലും മാർക്കറ്റ് തിരിച്ചു കയറി പോവുകയാണ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയത്തിൽ നമുക്ക് 5 മണിക്കൂർ ഒരു ലെവൽസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഡീക്ക് വരും. ഓപ്ഷൻസ് ബൈ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന കോള്, ഓക്കെ, പുട്ടിന്റെ ചാർട്ട് ഇതാണ്. പുട്ടിന്റെ ചാർട്ട് നമ്മളെ ലെവൽസിന്റെ താഴെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി നമ്മളെ വോളിയം പ്രൊഫൈൽ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ലെവൽസുകൾ ഈ ഒരു ലെവൽസാണ്. പക്ഷെ മാർക്കറ്റ് ഓപ്പൺ ആയത് നേരെ അതിനെക്കാട്ടി 100 പോയിന്റ് താഴെയാണ്. ഓക്കെ, നമ്മളെ സ്ട്രാറ്റജി പ്രകാരം നമ്മൾ 153യുടെ എബോ ആണ് ബൈ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. 146 SL വെച്ചിട്ടാണ് ട്രേഡ്. ഓക്കെ, നമ്മൾ ഏകദേശം എന്താണ് ഒരു 8-9 പോയിന്റ് റിസ്കിലാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴെയാണ് ഓപ്പൺ ചെയ്തത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ, ഈ ലെവലിന്റെ മേലെയാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവൻ നമുക്ക് ആ ലെവലിന്റെ ജസ്റ്റ് കിട്ടിയല്ലേ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പ്ലാനാണ് ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് 176ന്റെ എബോ, ഓക്കെ, 176.2. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വോയിസ് ഇട്ട് കൊടുത്തതാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമന്റിൽ പറയാം നിങ്ങൾ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഇത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല എന്ന്. ഓക്കെ, കാരണം കൊടുക്കാത്ത കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയാറില്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ട്രേഡ് ഇതിന്റെ മേലെ, അതിനുശേഷം ഈ ഒരു SL വെച്ച് ട്രേഡ് ചെയ്യാന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം എന്താണ് ഒരു 3.5 പോയിന്റ് റിസ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാന്നാണ് കൊടുത്തത്. പക്ഷേ
മാർക്കറ്റ് എവിടെയാണ് വന്നത്? മാർക്കറ്റ് നമ്മളെ ലോ എന്ന് പറയുന്നത് 179 വരെ മാർക്കറ്റ് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? മൂവ് ചെയ്തത്. ഓക്കെ, 179 മാർക്കറ്റ് ഏകദേശം 147 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ, കാരണം ആ വോയിസ് കേട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഏകദേശം എന്താണ് ഒരു 10 പോയിന്റ് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 150 പോയിന്റ് കിട്ടുമായിരിക്കും. അതിനുശേഷം പിന്നത്തെ നമ്മളെ ലെവൽസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവലായിരുന്നു നമ്മളെ ലെവൽ. പക്ഷെ എന്താണ് മാർക്കറ്റിൽ 1 മിനിറ്റ് ക്യാനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മണിക്കൂർ മാർക്കറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ഡീക്ക് വന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് ഈ ലെവലിന്റെ താഴെ പോയി. അതിനുശേഷം വീണ്ടും നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കാരണം വെച്ചാൽ ഈ ലെവലിന്റെ മേലെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാം എന്താണ് ഈ ലെവൽ നമ്മളെ സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, കാരണം ഇത് ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തു? നമ്മളെ ലെവലിന്റെ മേലെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഈ ലെവൽസും ഞാൻ ഓൾറെഡി രാവിലെ തന്നെ കൊടുത്ത ലെവൽസുകളാണ് ഈ 2 ബ്ലൂ ടിക്ക് കൊടുത്ത ഈ ലെവൽസുകൾ. ഓക്കെ, ഓൾമോസ്റ്റ് മാർക്കറ്റ് ആ ലെവലിൽ വന്ന് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? മാർക്കറ്റ് 5 മണിക്കൂർ നിന്നതുകൊണ്ട് മാർക്കറ്റ് ഡ്രോപ്പ് ആയി. പക്ഷെ സ്റ്റിൽ അതിന്റെ മേലെ പോയതുകൊണ്ട് നമ്മൾ ട്രേഡ് വീണ്ടും ആക്റ്റീവായി. നമ്മൾ 146 ഓക്കെ 146 147 ആണ് നമ്മളെ ലെവല്. പക്ഷെ 146ലാണ് നമ്മൾ SL കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം സ്വാഭാവികമായിട്ടും എന്താണ് ഇതെന്ന് പറയുമ്പോൾ ജസ്റ്റ് 2 പോയിന്റ് താഴെയാണ്. അപ്പൊ നമ്മൾ കുറച്ച് SL ഇറക്കി വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ ട്രേഡ് 195 ആയിരുന്നു നമ്മുടെ ട്രേഡിന്റെ ലെവൽസ്. ഓക്കെ, 195 ആണെങ്കിൽ പോലും ജസ്റ്റ് 195 ആണെങ്കിലും ഏകദേശം 7 പോയിന്റിലാണ് നമ്മൾ ട്രേഡ് കൊടുത്തിട്ടുള്ളത്. ഈ ട്രേഡ് ഞാൻ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റിൽ പറയാം. നിങ്ങൾ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഈ ട്രേഡ് കൊടുത്തിട്ടില്ല എന്ന്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കാത്ത ട്രേഡിനെ പറ്റി പറയില്ല. ഓക്കെ, ആ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 239 ആണ്. ഓക്കെ, ഏകദേശം 7 പോയിന്റ് റിസ്ക് എടുത്തിട്ടാണ് ഒരു 40-45 പോയിന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഫസ്റ്റ് ഒരു 1 മിനിറ്റ് ക്യാനിൽ, കാരണം ഞാൻ 1 മിനിറ്റ് ക്യാനിലാണ് യൂസ് ചെയ്യുന്നത്. 1 മിനിറ്റ് ക്യാനിൽ 259 മേലെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ 246 നിങ്ങൾക്ക് ബൈ പ്ലേസ് ചെയ്തിട്ട് 239 ഓക്കെ 239 238 ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. ഒരു പോയിന്റ് ഇറക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ട്രേഡും ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമന്റിൽ പറയാം നിങ്ങൾ കൊടുത്തിട്ടില്ല. കാരണം ഈ ട്രേഡും ഞാൻ കൊടുത്തത് രാവിലെ തന്നെയാണ്. ഏകദേശം 11 മണി 11:30ക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുള്ളത് 3 മണിക്കാണ്. ഓക്കെ, ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമന്റിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ 246 എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു റേഞ്ച് 238 എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് 39. ഓക്കെ, ഒരു 7 പോയിന്റ് റിസ്കിലാണ് നമ്മൾ ഈ ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഏകദേശം എത്ര പോയിന്റ് മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 80 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 7 പോയിന്റ് റിസ്കിലെടുത്ത ട്രേഡ് മാർക്കറ്റ് 80 പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? മൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്തതും അതേപോലെ തന്നെ 8 പോയിന്റിൽ ട്രേഡ് ചെയ്ത സാധനം നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം 45 പോയിന്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വോളിയം പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത്. വേറെ ഒരു ട്രേഡും ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ ഇന്ന് കൊടുത്തിട്ടില്ല ഇന്ത്യൻ മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ ജസ്റ്റ് ഗോൾഡിലേക്ക് പോകുന്നുണ്ട്. ഗോൾഡിൽ എവിടെയാണ് നമ്മൾ ട്രേഡ് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഗോൾഡിൽ ചാർട്ട് എടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സെല്ല് ചെയ്തത് അല്ലെ? എവിടെയാണ് നമ്മൾ സെല്ല് ചെയ്തത്? 37 to 34 ആണ് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവല് അല്ലെ? ഓക്കെ, ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് നോക്കാം. 37 പോയിന്റ് SL വെച്ചിട്ട് 34ലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗോൾഡിന്റെ ഗ്രൂപ്പ്, നമുക്ക് ഗോൾഡിൽ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട് വോളിയം പ്രൊഫൈൽ, അതിൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു 37ന്റെ മേലെ നമുക്ക് ഗോൾഡിൽ ബൈ ആണ്, 34 നമുക്ക് SL ആയിട്ട് വെക്കാം എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമന്റിൽ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, കാരണം കൊടുക്കാത്ത ഒരു കാര്യത്തിനെ പറ്റി പറയേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം നമ്മുടെ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയ സംഭവമാണ്. അപ്പോൾ കൊടുക്കാത്ത കാര്യങ്ങൾ ഞാൻ എന്തായാലും വിളിച്ചു പറയത്തില്ല. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ക്യാനിൽ തന്നെ ഓക്കെ ഇവിടെ ഞാൻ ട്രേഡ് കിട്ടിയെന്ന് പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാനിലാണ് 3:30 എണീച്ചവർക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് മാർക്കറ്റ് ബുള്ളിഷാണ് ഇതിന്റെ മേലെ. ഓക്കെ, കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ടെലിഗ്രാമിൽ നമ്മൾ 37ൽ നമ്മൾ എന്ത് ചെയ്യുന്നത് 34ൽ നമ്മൾ എല്ലാവരും സെയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 3-4 ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 പോയിന്റ് SL വെച്ചിട്ട് ഓൾമോസ്റ്റ് നല്ല പോയിന്റ് തന്നെ നമുക്കന്ന് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലെവലിന്റെ മേലെയാണ് മാർക്കറ്റ് ഉള്ളത്. സ്വാഭാവികമായിട്ടും എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് ബുള്ളിഷാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ വേറെ ട്രേഡ് എടുത്തത് എവിടെയാണ്? വേറെ നമ്മൾ മോർണിംഗിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സോണിൽ. അതിനുശേഷം ഞാൻ വീണ്ടും ഗ്രൂപ്പിൽ ഓക്കെ ഏകദേശം 63 സംതിങ് ഉള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 SL വെച്ചിട്ട് വീണ്ടും ബൈ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം 54 ട്രേഡ് കൊടുത്തത്, 50 SL ഏകദേശം 4 പോയിന്റ് ഏകദേശം മാർക്കറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50ന്റെ ഓക്കെ ലോ നോക്കിക്കഴിഞ്ഞാൽ 50+25 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് നമ്മളെ SLന്റെ ഒരു പോയിന്റ് അടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ടാണ് ഏകദേശം എത്ര പോയിന്റ് മൂവ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ
26 പോയിന്റ് മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവൻ 2-3 പോയിന്റ് റിസ്ക് എടുത്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് 26 പോയിന്റിന്റെ അടുത്ത് നമുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് SLA ട്രയൽ ചെയ്യാം, 64 SLA ട്രയൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 68 വന്ന സമയത്ത് നമ്മൾ ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. 7 വന്ന സമയത്ത് നമ്മൾ വീണ്ടും ബൈ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു 3 പോയിന്റ് റിസ്കിലാണുള്ളത്. അത് രണ്ടും സ്കാൽപ്പിംഗ് ട്രേഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ ദോ സ്കാൽപ്പിംഗ് ആണെങ്കിൽ പോലും ഏകദേശം എന്താണ് മാർക്കറ്റ് 10 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏകദേശം 3 പോയിന്റ് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുത്തതാണ്. അപ്പോൾ കൊടുക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല. ഓക്കെ, അതേപോലെ ഇനി പുതിയ ട്രേഡ് നോക്കുന്ന ആളുകൾക്ക് 64 ലെവൽ മാർക്കറ്റിൽ ഹെവി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യണമെങ്കിൽ ഈ ലെവലിൽ സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവൽ ഹെവി സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ബൈ ചെയ്ത് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ലെവലിന് താഴെ നിങ്ങൾക്ക് സെല്ല് പ്ലാൻ ചെയ്യാം. 36 ടാർഗറ്റ് വെച്ചിട്ട്. പിന്നെ ബൈയുടെ ടാർഗറ്റ് ഇതാണ്, ബൈയുടെ ടാർഗറ്റ് 93 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ കൊടുത്ത കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് നാസ്താക്കിൽ പോവാം, നാസ്താക്കിലെ ലെവൽസ് തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് ടൈമിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ബൈ പ്ലാൻ ചെയ്യാം. ഇതാണ് ഏരിയാസ് എന്ന് പറയുന്നത്. ഈ ലെവലിൽ ഹെവി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇത് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്ക് ഈ ലെവൽസ് മാർക്ക് ചെയ്യുക, മാർക്കറ്റ് വരുന്നതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ കൊടുത്താണ്. കൊടുക്കാത്ത ഒറ്റ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. കൊടുക്കാത്ത ആകെ പറഞ്ഞത് ഈ നാസ്താക്കിന്റെ മാത്രമാണ്. അത് നെക്സ്റ്റ് ടൈം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഞാൻ മൾട്ടി ബാങ്കിൽ കൊടുത്തതാണ് കഴിഞ്ഞ ദിവസം. പക്ഷേ ഇത് മോർണിംഗ് ആക്റ്റീവ് ആയത് മോർണിംഗിലാണ്. ഞാൻ പറഞ്ഞ ഈ ലെവലിന്റെ മേലെ ബൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവൻ മോർണിംഗിൽ എടുത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം ഇനി താല്പര്യമുള്ളവർക്ക് ഈ ലെവൽസിൽ വരുമ്പോൾ പ്ലാൻ ചെയ്യാം. ഗോൾഡിൽ ഞാൻ പറഞ്ഞ ലെവൽസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അത് മാത്രം ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.